നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കനത്ത രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോൾ CPMനും പോലീസിനും അടപടലം പാളിയിരിക്കുന്നു. കോൺഗ്രസ് വനിതാ നേതാക്കൾ താമസിക്കുന്ന മുറിയിൽ അർദ്ധരാത്രിയിൽ പുരുഷ പോലീസുമാർ എത്തുക, അതും മഫ്തിയിൽ. അർദ്ധരാത്രി കഴിഞ്ഞ് നടത്തിയ പരിശോധനകൾ തന്നെയാണ് ഇപ്പോൾ വലിയ വിവാദമാകുന്നതും. കോൺഗ്രസ് നേതാക്കൾ കള്ളപ്പണം ഒളിപ്പിച്ചു എന്ന പേരിലായിരുന്നു ഹോട്ടലിലേക്ക് ഇരച്ചു കയറി പോലീസ് നടത്തിയ ഈ കിരാത റെയ്ഡ്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പതിവ് പരിശോധനയാണ് അവിടെ നടത്തിയതെന്ന് ACP പറയുന്നു. എന്നാൽ ഇത് വിശ്വസിക്കാൻ കേരളം തയ്യാറല്ല. കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാക്കൾ താമസിച്ചിരുന്ന ഹോട്ടൽ, ആ ഹോട്ടലിലെ മുറികളിൽ ചെന്ന് അർദ്ധരാത്രി കഴിഞ്ഞ് കതകിൽ മുട്ടുക, മുറികളിൽ ആരൊക്കെയാണ് എന്ന് പരിശോധിക്കലായിരുന്നു മുറികളിൽ ആരൊക്കെയാണ് താമസിക്കുന്നതെന്ന് പരിശോധിക്കലായിരുന്നു പോലീസിൻ്റെ മുഖ്യ ദൗത്യം. മാധ്യമങ്ങളെയും ഒപ്പം കൂട്ടി ഏതെങ്കിലുമൊക്കെ മുറികളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സംഗതികൾ പിടിച്ചെടുക്കാമെന്നാണ് അവർ കരുതിയത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് നേതാക്കളെ നാറ്റിച്ച് പണ്ടാരമടക്കാം. കോൺഗ്രസ് നേതാക്കളായ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയുമൊക്കെ ആ ഹോട്ടലിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കോപ്പുകൂട്ടി അവരെ കൂടി ഒന്ന് നാറ്റിക്കുക. എന്നാൽ 5 പൈസ കള്ളപ്പണം കിട്ടിയില്ല എന്ന് മാത്രമല്ല, എല്ലാ മുറികളും വളരെ ഭദ്രമായിരുന്നു. നേതാക്കളെ അപകീർത്തിപ്പെടുത്താൻ ഒരു തരത്തിലുള്ള സംഗതിയും പോലീസിന് ലഭിച്ചില്ല. ഇതോടെ കടുത്ത നിരാശയായി പോലീസിനും അവരെ പറഞ്ഞയച്ച സംഘത്തിനുമൊക്കെ. മുതിർന്ന നേതാക്കൾ താമസിക്കുന്ന ഹോട്ടലിൽ ഇങ്ങനെ അർദ്ധരാത്രി കഴിഞ്ഞ് ഇരച്ചെത്തി കതകിൽ മുട്ടി, പ്രത്യേകിച്ച് വനിതാ നേതാക്കളൊക്കെ താമസിക്കുന്നിടത്ത് കഷ്ടം തന്നെയല്ലേ പോലീസെ? വാതിൽ തുറക്കുമ്പോൾ 4 പുരുഷ പോലീസ്. മുതിർന്ന ഈ സ്ത്രീകൾ രാത്രിയിൽ കിടന്നുറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞാവും അവർ കിടക്കുന്നത്. അതിനെയാണിപ്പോൾ AA റഹീം പോലെയുള്ളവർ ആക്ഷേപിക്കുന്നത്. ഷാനിമോൾ ഉസ്മാന്റെ മുറിയിലെത്തി പോലീസ് കതകിൽ തട്ടി ഏറെ കഴിഞ്ഞാണ് മുറി തുറന്നത് എന്ന് റഹീം പറയുന്നു. ഹോട്ടലിൽ കോൺഗ്രസ് നേതാക്കളുടെ മുറികളിൽ പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ കഴിയാതെ പതറിപ്പോയിരിക്കുന്നു ഇപ്പോൾ കേരള പോലീസ്. എന്തെങ്കിലും കണ്ടെത്താൻ ഇത് CPM പാർട്ടിയുടെ നേതാക്കളല്ല എന്ന് കോൺഗ്രസ് തിരിച്ചടിക്കുന്നു. 3.5 പതിറ്റാണ്ടായി താൻ രാഷ്ട്രീയത്തിലുണ്ട്. സ്ത്രീ എന്ന നിലയിൽ സ്വത്വബോധത്തെ ചോദ്യം ചെയ്ത നടപടിയാണ് ഇക്കഴിഞ്ഞ ദിവസം നടന്നത്. 12 മണി കഴിഞ്ഞപ്പോൾ ആരോ വാതിലിൽ മുട്ടി. അത് കഴിഞ്ഞ് വാതിലിൽ അവർ ബലമായി തള്ളി. മുറിയുടെ ബെല്ലടിച്ച ശേഷം മുറി തുറക്കണം എന്നാവശ്യപ്പെട്ടു. 4 പുരുഷ പോലീസുകാർ യൂണിഫോമിൽ നിൽക്കുന്നു. വസ്ത്രം മാറിയതിനു ശേഷമാണ് താൻ പുറത്തു വന്നത്. യൂണിഫോമില്ലാത്തവരും അക്കൂട്ടത്തിലുണ്ട്. തിരിച്ചറിയൽ കാർഡ് ചോദിച്ചു. എന്നാൽ അവർ കാർഡ് കാണിച്ചില്ല. തുടർന്ന് വനിതാ പോലീസ് തൻ്റെ ദേഹപരിശോധന നടത്തി. ദേഹത്തെല്ലാം ശക്തമായ പരിശോധനയാണ് വനിതാ പോലീസ് നടത്തിയത്. ഇത്രമാത്രം അപമാനിക്കാൻ തങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? പിന്നീട് വസ്ത്രങ്ങളടക്കം മുഴുവൻ സാധനങ്ങളും എടുത്ത് വെളിയിലിട്ടു പോലീസ്. ശുചിമുറിയിലും കിടക്കയ്ക്കുള്ളിലുമൊക്കെ പരിശോധിച്ചു. 15 ദിവസമായി ഞാൻ താമസിക്കുന്ന മുറിയാണ്. പരിശോധിച്ചതിൻ്റെ വിവരങ്ങൾ എഴുതിത്തരണമെന്ന് പറഞ്ഞെങ്കിലും വ്യക്തമായ മറുപടി ലഭിച്ചില്ല. ഷാനിമോൾ ഉസ്മാൻ മാധ്യമപ്രവർത്തകരോട് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. സ്ത്രീകളെന്ന നിലയിൽ വലിയ അഭിമാനക്ഷതമുണ്ടായി എന്ന് ബിന്ദു കൃഷ്ണ പറയുന്നു. ഉറങ്ങിക്കിടന്നപ്പോൾ മുറിക്ക് പുറത്ത് പുരുഷന്മാരുടെ വലിയ ശബ്ദം. ഉറക്കത്തിൽ എഴുന്നേറ്റ് ആരോ ബെല്ലടിച്ചു. വാതിൽ തുറന്നപ്പോൾ പോലീസ്. മുറി പരിശോധിക്കണമെന്ന് പറഞ്ഞു. താനും ഭർത്താവുമായിരുന്നു അപ്പോൾ മുറിയിലുണ്ടായിരുന്നത്. പോലീസ് മുറിയിലേക്ക് ഇരച്ചു കയറി. 4 പെട്ടി മുറിയിലുണ്ടായിരുന്നു. വസ്ത്രങ്ങളെല്ലാം അവർ വലിച്ചു പുറത്തിട്ടു. എല്ലാം പരിശോധിക്കാൻ ഞാൻ പറഞ്ഞു. പരിശോധന കഴിഞ്ഞപ്പോൾ ഒന്നും കിട്ടിയില്ല എന്ന് എഴുതിത്തരാൻ പറഞ്ഞു. വലിയ ഗൂഢാലോചനയാണ് അവിടെ നടന്നത്. ബിന്ദു കൃഷ്ണ പറയുന്നത് ഇങ്ങനെ. ഇനിയാണ് CPMലെ ചില നേതാക്കളുടെ ഏറ്റവും മ്ലേച്ഛമായ പ്രസ്താവനകൾ. അതിലൊന്ന് AA റഹീം നടത്തിയിരിക്കുന്നത്. മറ്റുള്ളവർക്കില്ലാത്ത എന്തു സ്വകാര്യതയാണ് ഷാനിമോൾ ഉസ്മാൻ എന്ന് AA റഹീം ചോദിക്കുന്നു. എന്തുളുപ്പില്ലായ്മയാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് AA റഹീമിനെ പ്രേരിപ്പിക്കുന്നത്? ബിന്ദു കൃഷ്ണ വനിതാ പോലീസ് ഇല്ലാതെ തന്നെ മുറി തുറന്നു കൊടുത്തിരുന്നുവെന്നാണ് റഹീം പറയുന്നത്. എന്നാൽ ഷാനിമോൾ ഉസ്മാൻ അതിന് സമ്മതിച്ചില്ല. ഷാനിമോൾ ഉസ്മാൻ പോലീസിന്റെ വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെടുത്തിയത് എന്നൊക്കെ AA റഹീം വിലപിക്കുന്നു. ഷാനിമോൾ ഉസ്മാൻ മുറി തുറക്കാനേ സമ്മതിച്ചില്ല. ഒരുപാട് സമയമെടുത്തു. വനിതാ പോലീസ് വന്നാലേ തുറക്കൂ എന്ന നിലപാടിലായിരുന്നു. വാതിൽ തുറക്കാതെ എങ്ങനെയാണ് അവർക്ക് വനിതാ പോലീസില്ല എന്ന് മനസ്സിലായത്? പുരുഷ പോലീസിന്റെ കതകിന് മുട്ടലും വനിതാ പോലീസിന്റെ കതകിന് മുട്ടലും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഏറെ സമയം കഴിഞ്ഞാണ് അവർ മുറി തുറന്നത് എന്ന് റഹീം പറയുന്നു. പണം മാറ്റാനുള്ള എല്ലാ സൗകര്യവും ചെയ്തതിന് ശേഷമാണ് മുറി തുറന്നത് അത്രേ. അടച്ചിട്ട മുറിയിൽ നിന്ന് എങ്ങനെയാണ് റഹീമെ പണം മാറ്റുക? എന്ന് മാത്രമല്ല, ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞല്ലോ, രാത്രിയിൽ ഡ്രസ്സൊക്കെ ഇട്ടാണ് അവർ കിടന്നുറങ്ങിയത്. അതൊക്കെ മാറ്റി നല്ല ഡ്രസ്സിട്ട് ഇറങ്ങാനെടുത്ത സമയമാണ് ഈ വൈകൽ. ഷാനിമോൾ ഉസ്മാൻ കണക്കിന് മറുപടിയും കൊടുക്കുന്നുണ്ട് AA റഹീമിന്.
റഹീമിൻ്റെ സംസ്കാരമല്ല എൻ്റെ സംസ്കാരമെന്ന് മനസ്സിലാക്കണം. എൻ്റെ മുറി എപ്പോൾ തുറക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അർദ്ധരാത്രി വെളിയിൽ 4 പുരുഷ പോലീസുകാർ നിൽക്കുമ്പോൾ ഞാൻ കതക് തുറക്കണമെന്ന് പറയാൻ ഇയാൾക്ക് നാണമില്ലേ? അയാളോട് പുച്ഛവും സഹതാപവും തോന്നുന്നുവെന്ന് ഷാനിമോൾ ഉസ്മാൻ തിരിച്ചടിച്ചു. ഒറ്റയ്ക്ക് താമസിക്കുകയും യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സ്ത്രീകളാണ് ഞങ്ങൾ. ഞങ്ങളെ മാതൃകയാക്കുന്ന സ്ത്രീകളൊക്കെ ഈ സമയത്തെ പരിശോധനയും മറ്റും കാണുകയല്ലേ? കേരളത്തിൽ ഒരു പുതിയ സംസ്കാരമൊന്നും ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ശക്തമായ നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ഷാനിമോൾ ഉസ്മാൻ പറയുന്നത്. എന്ത് ധിക്കാരമാണ് ഈ പോലീസ് സംവിധാനം കാട്ടിക്കൂട്ടുന്നത്? രാത്രി കഴിഞ്ഞ് സ്ത്രീകൾ താമസിക്കുന്ന മുറിയിൽ ചെന്ന് ഈ പോലീസുകാർ കതകിൽ മുട്ടുന്നു. എന്നിട്ട് മുറി പരിശോധിക്കണമെന്ന്. ഇതെന്താ കിരാത നിയമമാണോ ഇവിടെ നടപ്പാക്കുന്നത്? പിന്നെന്തിനാണ് വനിതാ പോലീസുകാരുടെ ഉപയോഗം? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അനധികൃതമായി പണമൊഴുക്കുന്നു എന്ന ആരോപണമുയർത്തി പോലീസിനെ കൊണ്ട് കളിപ്പിച്ച കള്ളനാടകം അത് പൊളിഞ്ഞെടുക്കുക മാത്രമല്ല, ഇപ്പോൾ പാലക്കാട്ടെ ജനങ്ങൾ തന്നെ CPMനെതിരെ തിരിഞ്ഞിരിക്കുന്ന അവസ്ഥ. BJPയും ആകെ വെട്ടിലായിരിക്കുന്നു. രാത്രി പോലീസ് ഹോട്ടലിൽ കയറി പരിശോധന നടത്തുമ്പോൾ BJP സ്ഥാനാർത്ഥിയും പ്രവർത്തകരുമൊക്കെ ഹോട്ടലിന് മുന്നിൽ വന്ന് തമ്പടിച്ചു. പിന്നെ അവർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചു. എല്ലാം സർവത്ര പാളി. ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞ് പോലീസ് പരിശോധനയ്ക്കായി എത്തിയത് 12:10. 12 മുറികൾ അവർ തുറന്ന് പരിശോധിച്ചു. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ലഭിച്ചതിന് ശേഷമാണ് തങ്ങൾ പരിശോധനയ്ക്കെത്തിയത് എന്ന് ആദ്യം ACP പറഞ്ഞു. എന്നാൽ അശ്വതി ജിജിയുടെ ആ വിശദീകരണം പിന്നീട് പൊളിഞ്ഞടുങ്ങി. ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്നും സാധാരണ പരിശോധന മാത്രമാണ് നടത്തിയതെന്നും റെയ്ഡ് നടന്ന വേളയിൽ അശ്വതി ജിജി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. എന്നാൽ പരിശോധന വിവാദമായതോടെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ പരിശോധന നടത്തിയത് എന്ന് പോലീസ് തിരുത്തി. ഹോട്ടൽ മുറികളിലെ പോലീസ് പരിശോധനയെക്കുറിച്ച് പാലക്കാട് ASP അശ്വതി ജിജിയാണ് ആദ്യം വിശദീകരണം നൽകിയത്. ആരുടെയും പരാതിയൊന്നും ലഭിച്ചിട്ടില്ല, ഒരു സാധാരണ പരിശോധനയാണിത് എന്നായിരുന്നു ASP ആദ്യം വിശദീകരിച്ചത്. എന്നാൽ വനിതാ പോലീസില്ലാതെ കോൺഗ്രസിന്റെ വനിതാ നേതാക്കളുടെ മുറികളിൽ പരിശോധന നടത്തിയതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നതോടെ പോലീസ് പരുങ്ങി. പാലക്കാട് ഹോട്ടൽ റെയ്ഡ് തുടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞ് മാത്രമാണ് ജില്ലാ കളക്ടർ പോലും വിവരമറിഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരെ പോലും പോലീസ് അറിയിച്ചിരുന്നില്ല. പാതിരാത്രി 12 മണിക്കാണ് റെയ്ഡ് തുടങ്ങിയത് തന്നെ. 1 മണിക്കാണ് പോലീസ് വിവരമറിയിച്ചത്. പോലീസ് പരിശോധനയിൽ അപാകതയില്ല എന്ന് പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്രയുടെ പ്രതികരണം പുറകെയുണ്ടായി. പോലീസിന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത് എന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. എന്നാൽ ജില്ലാ കളക്ടറെ പോലും പോലീസ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. കാര്യങ്ങളൊക്കെ കൈവിട്ട നിലയിലാണ് ഇപ്പോൾ CPMന്റെ അവസ്ഥ. ജനങ്ങൾ തെരുവിലിറങ്ങി, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. കോൺഗ്രസ് പ്രവർത്തകരും മറ്റ് UDF പ്രവർത്തകരുമടക്കം 100 കണക്കിന് ആളുകളെ അണിനിരത്തി ഇപ്പോൾ പാലക്കാട് SP ഓഫീസിലേക്കുള്ള മാർച്ചിൽ സംഘർഷം ശക്തമായി. 100 കണക്കിന് പേരാണ് മാർച്ചിൽ പങ്കെടുക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പുലർച്ചെ 2:40 നടത്തിയ ഒരു ഫേസ്ബുക്ക് ലൈവ് കോഴിക്കോട്ട് നിന്ന് അത് എടുത്തുടുക്കുന്നതായിരുന്നു കേരളത്തിൻ്റെ പോലീസിനെയും പിണറായി ഭരണകൂടത്തെയും ഒക്കെ. പാലക്കാട് അർദ്ധരാത്രിയിൽ വനിതാ കോൺഗ്രസ് നേതാക്കളുടെ മുറികളിൽ പോലീസ് നടത്തിയ പാതിരാ റെയ്ഡ് നാടകത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ദിനം ആചരിക്കുന്നു. കോൺഗ്രസ് കുതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. വനിതാ നേതാക്കളുടെ മുറികളിലടക്കം പരിശോധന നടത്തി അവരെ നാറ്റിക്കാനുള്ള ശ്രമമായിരുന്നു പോലീസ് ഇന്നലെ ശ്രമിച്ചത്. എല്ലാം ചീറ്റി പണ്ടാരമടങ്ങി. രാഹുൽ മാങ്കൂട്ടത്തിൽ ജ്വലിച്ചുയരുന്ന കാഴ്ചയാണ് പാലക്കാട് നിന്ന് നമുക്ക് റിപ്പോർട്ടുകളായി ലഭിക്കുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.